അപ്പു, എണീക്കുന്നില്ലേ? നേരം വെളുത്തു. ദാ ഞാൻ എണീറ്റു അച്ഛാ. അല്ല, ഇന്ന് എങ്ങോട്ടാ യാത്ര? അവധി ദിവസമല്ലേ അച്ഛാ, അതുകൊണ്ട് ഞാനും രാധയും കൂടി കാട്ടിലെ കൂട്ടുകാരെ കാണാൻ പോകുകയാ. അച്ഛാ, ഞാൻ പോകുകയാണ്. ശരി മോനെ, ശ്രദ്ധിച്ചു പോകണേ. ശരി അച്ഛാ. ലാലലലലലലാ, 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 ലാലലലലലലാ. അല്ല മിന്നുപൂച്ചേ, എന്താ പ്രശ്നം? എന്തിനാ കരയുന്നത്? അതാ ആ വീട്ടിൽ കാണുന്ന കുറിഞ്ഞിപ്പൂച്ചക്ക് ആ വീട്ടുകാർ എന്തോരം ഭക്ഷണമാണ് കൊടുക്കുന്നത്. വിശന്ന് പൊരിയുന്ന എനിക്ക് കുറച്ച് ഭക്ഷണം തരാൻ പറഞ്ഞപ്പോൾ കുറിഞ്ഞിപ്പൂച്ച തരില്ലെന്ന് പറഞ്ഞു. ആ, അങ്ങനെയോ? ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ. അല്ല കുറിഞ്ഞി, ഇന്ന് നല്ല കോളാണല്ലോ. അല്ല, ഇതാര് അപ്പുവോ? കുറിഞ്ഞി, നമ്മൾ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണ്ടേ? അപ്പു, കുറച്ചു ദിവസം മുമ്പ് മിന്നുപൂച്ചയ്ക്ക് ഒരു വലിയ മീൻ കിട്ടിയിരുന്നു. അത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇത് കൊടുക്കാതിരുന്നത്. അത് സാരമില്ല കുറിഞ്ഞി, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ മിന്നുപൂച്ചയെ വിളിക്കട്ടെ. കുറിഞ്ഞിക്ക് സമ്മതമാണോ? ശരി അപ്പു, സമ്മതമാണ്. മിന്നു, വേഗം വാ, കുറിഞ്ഞി ഇതാ വിളിക്കുന്നു. ഇതാ മിന്നു, കഴിച്ചോളൂ. ഇപ്പോൾ രണ്ടു പേർക്കും വളരെയധികം സന്തോഷമായില്ലേ? ഇനി ഞാൻ രണ്ടു പേരോടും കൂടി ഒരു കാര്യം പറഞ്ഞു തന്നാൽ കൂട്ടുകാർ അനുസരിക്കുമോ? തീർച്ചയായും ഞങ്ങൾ അനുസരിച്ചോളാം. അല്ല അപ്പു, എന്താ കാര്യം? എന്നാ കേട്ടോളൂ. വിശക്കുന്നവർ ഭക്ഷണം ചോദിച്ചാൽ ഉള്ളതിൽ നിന്ന് പകുതി നൽകണം, കേട്ടോ? ശരി അപ്പു. ഇനി ഞങ്ങൾ രണ്ടുപേരും അപ്പുവിന്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങളാൽ കഴിയുന്ന സഹായം ഇനി മുതൽ എല്ലാവർക്കും ചെയ്യും. ഇനി ഞാൻ പോകുകയാണ് കൂട്ടുകാരെ. ശരി അപ്പു. ലാലലലലലലാ, 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 ലാലലലലലലാ. രാധേ, വേഗം വാ, നേരം വൈകുന്നു. ദാ വരുന്നു അപ്പു. കൂട്ടുകാരെ, ഞങ്ങൾ കാട് കാണാൻ പോവുകയാണ്. അവിടെ പുഴകളും നദികളും കുളങ്ങളും പിന്നെ കളിച്ചു രസിക്കാൻ കുറെ ചങ്ങാതിമാരും ഉണ്ടാവും. നിങ്ങൾ വരുന്നോ ഞങ്ങളുടെ കൂടെ? എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഒന്ന് വന്നേ, നമുക്കൊന്ന് ഉല്ലസിച്ചു വരാം. അല്ലേ അപ്പു? അതെ അതെ. എന്താ വൈകിയത്? അത് ഞാൻ നമ്മുടെ മിന്നുവിന്റെയും കുറിഞ്ഞിയുടെയും പ്രശ്നം തീർത്തിട്ടാണ് വരുന്നത്.
അതെയോ? ഏതായാലും സൈക്കിളൊന്ന് വേഗം ഓടിക്കേ. കാട്ടിലെ കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ടാവും. വീടിനപ്പുറമുണ്ടൊരു ലോകം, വിശാലമായൊരു കളിലോകം. വീടിനപ്പുറമുണ്ടൊരു ലോകം, വിശാലമായൊരു കളിലോകം. വിദ്യയും വിജയവും വിശ്വാസങ്ങളും വിരുന്നു നൽകും.